ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടം മാത്രം സീരിയലിലെ ഇന്നത്തെ നല്ലൊരു എപ്പിസോഡിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. അങ്ങനെ മനസ്സുനിയാണെങ്കിൽ ഡോക്ടർ ദേവിക എടുത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് പറയേണ്ടതൊക്കെ ഇഷിത എടുത്ത് പറഞ്ഞോ. അവൾ നിങ്ങളുടെ മുഖത്ത് കാർക്കിച്ചു തുപ്പും. ഇനി അവൾ അടങ്ങിയിരുന്നാലും അവളുടെ ഭർത്താവ് അടങ്ങിയിരിക്കുമോ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? നിങ്ങൾ വിചാരിച്ച പോലത്തെ ഒരാളല്ല അയാളുടെ ഭാര്യനെ പറ്റിച്ചേലേ ഞാൻ അയാളെ ജയിലിൽ കിടത്തും. അത് മാത്രോ, നിങ്ങൾക്കെതിരെ പല ആൾക്കാരും പല കുറ്റമായിട്ട് പിന്നെ ആരോപിച്ചിട്ട് മുന്നിലേക്ക് വരും. ഇപ്പത്തെ വാർത്തകൾ കേൾക്കാറില്ല, ഡോക്ടർമാര് പൈസക്ക് വേണ്ടി കരള് വിറ്റു വൃക്ക വിറ്റു എന്നൊക്കെ. അതുപോലത്തെ ഒരു ഡോക്ടറായിട്ട് മാറും നിങ്ങള്. ഞാൻ അവളെ ചതിച്ചതിൽ ഒരു തെളിവില്ല. എനിക്ക് സുഖമായിട്ട് അതിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റും. പക്ഷെ നിങ്ങളൊരു ഡോക്ടറാണ്. നിങ്ങളെ മകളുണ്ടല്ലോ, നിങ്ങളുടെ സ്വന്തം മകള്, അവള് നിങ്ങളെ മുഖത്തടിക്കും. കാരണം വെച്ചാൽ അവൾക്കിപ്പോ ഡോക്ടർ ഇഷ്ട ദേവതയാണല്ലോ. അതുകൊണ്ട് അവരും നിങ്ങളെ വെറുക്കും, എല്ലാരും നിങ്ങളെ വെറുക്കും. നിങ്ങളുടെ ഇന്നുള്ള ജീവിതം ജയിലിലേക്കാവും. അതൊക്കെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ സത്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പൊ മനസ്സിനെടുത്ത് ദേവിക പറയണോ, ഇത്ര മനസാക്ഷിയില്ലാത്തവളാണ്, വൃത്തികെട്ടവളാണ് നീ എന്ന് ഞാൻ അറിഞ്ഞില്ലടി. ഇപ്പറഞ്ഞല്ലോ, നിങ്ങൾ ഫോൺ വെച്ച് നിങ്ങളുടെ പണി നോക്കാൻ പോകും എന്ന് പറഞ്ഞിട്ട് മനസ്സിന് ഫോൺ വെക്കാണ്. അവൾ എന്റെ അടുത്ത് വന്നിരിക്കുന്നു, ഇനി അവൾ വായ തുറക്കില്ല എന്ന് പറഞ്ഞിട്ട് മനസ്സിന് അവിടെ നിന്ന് പോകുന്നുണ്ട്. ദേവികയാണെന്നുണ്ടെങ്കിൽ മനസ്സിൽ വിചാരിക്കാണ്, അതെ സത്യങ്ങളൊന്നും ഇപ്പൊ അധികം പറയാതിരിക്കണേ നല്ലത് എന്ന് അവരും മനസ്സിൽ ഉറപ്പിക്കാട്ടോ. അതിനുശേഷം കാണിക്കുന്നത് നമ്മുടെ മഹേഷിനെയാണ്. മഹേഷ് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് രചനയും അതുപോലെ തന്നെ ഇങ്ങനെ ആകെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കാട്ടോ. മഹേഷിനെ വിളിക്കാൻ തോന്നുകയാണ്. മഹേഷിനെ രചന വിളിക്കുന്നുണ്ട്. ഹലോ മഹേഷ്. രചന പറ. മഹേഷ് എന്ത് ചെയ്യായിരുന്നു? എന്ത് ചെയ്യാനാ, ഇപ്പോ വെറുതെ റെസ്റ്റ് അല്ലേ, അതുകൊണ്ട് വെറുതെ ഇരിക്കുന്നു, ആകെ ബോറടിയൊക്കെ ആയിട്ടിരിക്കുന്നു. എനിക്കറിയാം അവിടെ മഹേഷിനെ നോക്കാൻ ആരും ഉണ്ടാവില്ലല്ലോ. എന്നാലും പകൽ സമയത്ത് മഹേഷ് ഉറങ്ങരുത് കേട്ടോ. അങ്ങനെയാണെങ്കിൽ രാത്രി ഉറങ്ങാൻ പറ്റില്ല. ഉറക്കം നഷ്ടപ്പെട്ട മഹേഷിനെ വേദനയൊക്കെ എടുക്കും. അതുകൊണ്ടാ. താങ്ക്സ് എന്ന് മഹേഷ് പറയാണ്. അത് എനിക്ക് സത്യം പറഞ്ഞ മഹേഷിനോട് പഴയ പോലത്തെ ഒരു ഇഷ്ടം തോന്നുക മഹേഷ് എന്ന് രചന പറയുമ്പോഴേക്കും മഹേഷ് ഒന്നും മിണ്ടുന്നില്ല കേട്ടോ. അതെന്താ അങ്ങനെ? അതറിയില്ല, മനുഷ്യരുടെ സ്വഭാവം മാറാൻ ഒരു സെക്കൻഡും പോരെ. മഹേഷിനെ ഞാൻ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട്, ഒരുപാട് അകറ്റിയിട്ടുണ്ട്. പക്ഷെ അതിലൊക്കെ ഇപ്പൊ എനിക്ക് കുറ്റബോധം തോന്നുക മഹേഷ്. ശരി, രചന പറഞ്ഞ ഈ വാക്കുകളൊക്കെ ഞാൻ കേൾക്കാം, അംഗീകരിക്കാം. പക്ഷെ രചന, എനിക്ക് വേണ്ടി ഒരു കാര്യം ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞില്ലേ കഴിഞ്ഞ ദിവസം? അതായത് ആകാശ് മേനന്റെ പുറകെ പോയിട്ട് ആകാശാണ് ഇഷിതയുടെ കാർ ആക്സിഡന്റിൽ പെടുത്തിയെന്നുള്ള സത്യം മനസ്സിലാക്കി അതിന്റെ തെളിവ് തരണമെന്ന്. എന്താ രചന അത് ചെയ്യാത്തത്? അയ്യോ മഹേഷ്, ഞാനത് മറന്നിട്ടില്ല. ഞാൻ അതിനെക്കുറിച്ചുള്ള അന്വേഷണത്തിലാണ്. കാര്യങ്ങളൊന്നും കണ്ടു കിട്ടാതെ മഹേഷിനോട് പറയാൻ പറ്റില്ലല്ലോ, അതുകൊണ്ടാ പറയാതിരുന്നത്. ശരി, രചന ഒരു കാര്യം ചെയ്യും, ആദ്യം അത് ചെയ്യും, അതിനുശേഷം രചന പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞാൻ കേൾക്കാം എന്ന് പറഞ്ഞിട്ട് മഹേഷ് ഫോൺ വെക്കാണ്. രചന മനസ്സിൽ വിചാരിക്കാണ്, ഏത് നശിച്ച നേരത്തെ ദൈവമേ, ഞാൻ ആകാശിന്റെ പേര് അതിലേക്ക് വലിച്ചഴച്ചത്, ഇനിയിപ്പൊ എന്ത് ചെയ്യും എന്നൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് രചന കേട്ടോ. അതിനുശേഷം മഹേഷിന്റെ അടുത്തേക്ക് ഇഷിത വരുന്നുണ്ട്. ഹലോ മഹേഷ്, ബോറടിച്ചോ? എന്ത്, ഇവിടെ ഇരുന്നിരുന്ന് ബോറടിച്ചു. ഇവിടെ ഇരുന്നിട്ട് എന്ത് ചെയ്യാനാണ് എന്നൊക്കെ പറയുമ്പോഴേക്കും ഇഷിത പറയുന്നുണ്ട്, സോറി മഹേഷ്, ഇന്ന് ഹോസ്പിറ്റലിൽ കുറച്ച് തിരക്കുണ്ടായിരുന്നു, അതുകൊണ്ടിട്ടായിരുന്നു. എടോ, തനിക്ക് എന്നെ ഒന്ന് പുറത്തു കൊണ്ടുപോയിക്കൂടെ? ഇവിടെ ഇരുന്ന് മടുത്തു. മഹേഷ്, ദേ ഇത് വേണ്ടട്ടോ, ഇത് അനാവശ്യ വാശിയാണ്. എടോ എന്താടോ, ഹോസ്പിറ്റലിലൊക്കെ പോകാനായിട്ട് വണ്ടിയിൽ കയറി പോവാറില്ലേ? അതെ, പറയാൻ മറന്നു, നമ്മുടെ കാറ് കിട്ടിയട്ടോ. എന്നാലേ ആക്സിഡന്റ് ആയ കാറെ നമുക്ക് ഒന്നും കൂടി യാത്ര ചെയ്യണം. എടോ, അങ്ങനെ യാത്ര ചെയ്യുമ്പോഴേ ആ ഒരു പേടി മാറി കിട്ടുള്ളൂ. തന്റെ കാർ എന്തായാലും ഇന്ന് കിട്ടിയില്ലേ? ആ കാറ് ഇപ്പൊ ഉണ്ടല്ലോ അല്ലെ? ഞാൻ പാർക്കിംഗ് ഏരിയ പാർക്ക് ചെയ്തിട്ടുണ്ട്. എടോ, ആ കാറിൽ തന്നെ എനിക്ക് പുറത്തു പോകണം. മഹേഷ്, വേണ്ട മഹേഷ്, ദുർവാശിയാണിത്. ഭർത്താവിന്റെ ഇഷ്ടങ്ങൾ നടത്തിത്തരാത്ത ഭാര്യയെ എന്ത് പറയാനാണ് മഹേഷ്? സിമ്പതി പിടിച്ചു പറ്റല്ലേ, ഞാൻ പറഞ്ഞത് കേക്ക് മഹേഷ്, ഇത് വേണ്ട, ഇത് റിസ്ക് ആണ്. എടോ, ഹോസ്പിറ്റലിൽ തന്നെ കൊണ്ടുപോകാറില്ല, അതുപോലെ കൊണ്ടുപോയാൽ മതി. ജസ്റ്റ് ഒന്ന് പുറത്ത് കൊണ്ടുപോടോ, ഒരു 10-15 മിനിറ്റ് മതി. ഒന്ന് പുറത്തൊന്ന് ഇറങ്ങാനാണ്, തന്നോട് തനിച്ചൊന്ന് സംസാരിക്കണം, അതിനാണ്. ശരി എന്ന് പറയാണ്. അങ്ങനെ ഇഷിതയും മഹേഷും കൂടി പുറത്തേക്ക് പോവാട്ടോ. ഇഷിത മഹേഷിനെ കൂട്ടിക്കൊണ്ട് ബീച്ചിലേക്കാണ് പോകുന്നത്. അവിടെ ഇഷിത മഹേഷിനെ ഇങ്ങനെ വണ്ടിയിൽ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടത്തുന്നൊക്കെ ഉണ്ട്. അപ്പൊ മഹേഷ് പണ്ടോടോ, മതിയടോ, ഇവിടെ ഇരിക്കാൻ നമുക്ക് കുറച്ചു നേരം എന്ന് പറയാണ്. ഇവിടെയോ? അതെ. ഇഷിത അവിടെ ഇരിക്കുന്നുണ്ട്. എന്താ മഹേഷ്? അല്ല, വീട്ടിലാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ വയ്യാതിരിക്കല ഞാൻ. അപ്പൊ ആരെങ്കിലൊക്കെ റൂമിലേക്ക് കയറി വന്നോണ്ടേയിരിക്കും. തന്നോട് ശരിക്കും സംസാരിക്കാൻ പോലും പറ്റുന്നില്ല. ഇപ്പോഴാ തന്നോടൊന്ന് ശരിക്കും സംസാരിക്കാൻ പറ്റുന്നത്. ഞാൻ പറഞ്ഞത് ആരെ കുറിച്ചാണ് തനിക്ക് മനസ്സിലായില്ലേ? മനസ്സിലായി, രചനയെ കുറിച്ചായിരിക്കും. രചനയുടെ അടുപ്പം കാണിച്ചപ്പോ താൻ പോലും എന്നെ തെറ്റിദ്ധരിച്ചില്ലേ? സോറി മഹേഷ് എന്ന് പറയാണ്. താൻ എന്നെ തെറ്റിദ്ധരിച്ചെന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ടിട്ടാണല്ലോ തന്റെ ചേച്ചി അഷിത എന്നെ കാണാമെന്ന് പൊട്ടിത്തെറിച്ചത്. അത് വേറൊന്നുമല്ല മഹേഷ്, ഒന്നും ആഗ്രഹിച്ചിട്ടല്ല ഞാൻ മഹേഷിന്റെ ജീവിതത്തിലേക്ക് വന്നത്.
പക്ഷേ മഹേഷിനോട് പെട്ടെന്നൊരു അടുപ്പൊക്കെ അവൾ കാണിക്കുമ്പോൾ മനസ്സിന് വല്ലാത്തൊരു വിഷമം പോലെ. അതുകൊണ്ട് ഞാൻ അങ്ങനെയൊക്കെ പെരുമാറിയത്. സോറി, മഹേഷിനെ മനസ്സിലാക്കാൻ എനിക്ക് സാധിച്ചില്ല. ഈ സമയം മഹേഷ് ആണെങ്കിൽ ഒരിക്കലും എന്നെ തെറ്റിദ്ധരിക്കില്ലായിരുന്നു. ഞാൻ തെറ്റിദ്ധരിച്ചു പോയി മഹേഷ്, എന്നോട് ക്ഷമിക്കുക. എടോ, രചനയായിട്ട് ഞാൻ എടുക്കുന്നതിന് ഒരു പ്രത്യേക കാരണമൊക്കെ ഉണ്ട്. അത് മഹേഷിനോട് പറഞ്ഞല്ലോ. പക്ഷെ എനിക്കത് മനസ്സിലായില്ലല്ലോ. അതുകൊണ്ടിട്ടല്ലേ ഞാൻ മഹേഷിനോട് അങ്ങനെയൊക്കെ പെരുമാറിയത്. മഹേഷ് ഇഷിതടുത്ത് പറയുന്നുണ്ട്, എടോ ഞാൻ ഇപ്പോഴും ഉറപ്പിച്ച് വിശ്വസിക്കുകയാണ്, ആ കാർ ആക്സിഡന്റ് തന്നെ ഉന്നം വെച്ചിട്ട് തന്നെയാണ് അവരത് ചെയ്തിരിക്കുന്നത്. അത് ആകാശ് മേനോൻ തന്നെയാണെന്ന് എനിക്ക് ഉറപ്പ്. അതിനുള്ള തെളിവ് ഞാൻ രചനയെടുത്ത് ശേഖരിക്കാൻ വേണ്ടിട്ടുണ്ട്. അവൾ ആ തെളിവായിട്ട് വരട്ടെ. ശേഷം അവളെ പിന്നെ വീട്ടിലേക്ക് കയറ്റത്തൊന്നുമില്ല എന്ന് പറയാണ്. പിന്നെ എന്താണ്, എനിക്ക് തന്നോട് കുറച്ച് കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംസാരിക്കണമെന്ന് തോന്നിയടോ, അതാ തന്നെയും കൂട്ടിക്കൊണ്ട് ഇങ്ങോട്ട് വന്നു കേട്ടോ. മതി മഹേഷ്, നമുക്കിനി കുറച്ചുകൂടി നടന്നിട്ട് വീട്ടിലേക്ക് പോയാലോ? തനിക്ക് എന്തിനാണ് ഇത്ര ധൃതി? കുറച്ചേരം ഇവിടെ നിക്ക്, നമ്മൾ ഇതുവരെ ജീവിച്ചു തുടങ്ങിയിട്ടില്ലല്ലോ. അതെ, ശരിയാ മഹേഷ് പറഞ്ഞത്, നമ്മൾ ഇതുവരെ ജീവിച്ചു തുടങ്ങിയിട്ടില്ല. സത്യം പറഞ്ഞാൽ ഇതൊരു ജീവിതം തന്നെയാണ് മഹേഷ്. നമുക്ക് ജീവിച്ചു തുടങ്ങാണ്ട് ഒരു കാരണവും സന്ദർഭമൊക്കെ വേണോ? ഇപ്പൊ മഹേഷ് ആണെങ്കിൽ ഇങ്ങനെയായി, ഇനിയിപ്പോ എന്ത് ചെയ്യാനാ? മഹേഷ് ഒന്ന് റെസ്റ്റ് ഒക്കെ കഴിയട്ടെ, നമുക്ക് ജീവിച്ചു തുടങ്ങാം. ഓ, ഇത് ഇങ്ങനെ ആയതിൽ വലിയ പ്രശ്നമൊന്നുമില്ല എന്നൊക്കെ ഇങ്ങനെ മഹേഷ് പറയുന്നുണ്ട് കേട്ടോ. ശരി, നമുക്കത് നടന്നാലോ? നല്ല വെയില് വരുന്നുണ്ട്. ശരി എന്ന് പറയാണ്. അങ്ങനെ ഇഷിത മഹേഷിനെ കൂട്ടിക്കൊണ്ട് ഇങ്ങനെ നടക്കുന്ന സമയത്ത് മഹേഷ് ചോദിക്കുന്നുണ്ടോ, തന്നെ ആ ഡോക്ടറല്ലേ താനൊരു പ്രാവശ്യം തന്നെ താൻ ഗർഭിണി ആവില്ലെന്ന് പറഞ്ഞ ഡോക്ടർ, അവരുടെ പേരെന്താണ്? ദേവിക. അവരുടെ നമ്പർ താൻ നിൽക്കുന്ന തരാവോ? എന്തിനാ മഹേഷ്? വെറുതെ ഒന്ന് താടോ, അവരെ സമയം വെറുതെ ഇരിക്കല്ലോ വീട്ടില്, വെറുതെ ഒന്ന് വിളിച്ച് സംസാരിക്കാലോ, അതിനെ വേണ്ടിയിട്ട്. ശരി, ഞാൻ മഹേഷിന്റെ ഫോണിലേക്ക് അവരുടെ നമ്പർ അയച്ചുതരാം. ശരി, ഞാൻ അവരെ സമയം കിട്ടുമ്പോ ഒന്ന് വിളിക്കുന്നുണ്ട് എന്നൊക്കെ മഹേഷ് ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ വിചാരിക്കുകയാണ്. മഹേഷിന് നല്ല സംശയവും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. മഹേഷ് പറയുന്നുണ്ട്, എന്റെ ജീവിതം ശരിക്കും പറഞ്ഞാൽ വല്ലാത്തൊരു രീതിയിലാണ് പോയിക്കൊണ്ടിരുന്നത്. തനിക്കറിയാവോ, ഞാൻ ഒരുപാട് സ്നേഹിച്ചതായിരുന്നു രചനേന. പൊന്നോമന പോലെ 2 മക്കളെ കിട്ടി. എന്നിട്ടും അവൾ എന്ത് ഇതിനെ വേണ്ടിയിട്ടാണ് എന്നെ ഉപേക്ഷിച്ചു പോയെന്ന് എനിക്കറിയില്ല. അന്ന് ഞാൻ ഒരുപാട് തകർന്നതാടോ. പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയൊക്കെ ആയിരുന്നു. അവള് ചതിച്ചപ്പോ എനിക്ക് സഹിക്കാൻ സാധിച്ചില്ല എന്നൊക്കെ മഹേഷ് പറയുമ്പോൾ ഇഷിത പറയണ്ട, മഹേഷിന്റെ വേദന എനിക്ക് മനസ്സിലാവും. പെണ്ണ് മാത്രല്ല, ആണും ചതിക്കുമല്ലോ. അതിന്റെ ഉദാഹരണമാണല്ലോ ഞാൻ. ഗർഭിണി ആവില്ല, പ്രസവിക്കാൻ കഴിയില്ലെന്ന് അറിഞ്ഞപ്പോ തന്നെ കെട്ടിയ താലി ഊരി വാങ്ങിപ്പിച്ചവനാണല്ലോ എന്റെ കൂടെ ഉണ്ടായിരുന്നത്. മാധവിനെ കുറിച്ച് ഞാൻ പറഞ്ഞത്. അന്ന് ഞാനും മഹേഷിന്റെ അത്ര അനുഭവിച്ചില്ലെങ്കിലും ഒരുപാട് അനുഭവിച്ചതായിരുന്നു എന്ന് പറയാണ്. അതുകൊണ്ട് നമ്മൾ രണ്ടുപേരും തുല്യ ദുഃഖിതരാണ്. പക്ഷെ എന്തൊക്കെ സംഭവിച്ചാലും ഇപ്പൊ നമ്മൾ രണ്ടുപേരും പരസ്പരം മനസ്സിലാക്കി സ്നേഹിക്കുന്നില്ലേ? അപ്പോ വിധി അങ്ങനെയൊക്കെ നമുക്ക് കാത്തുവെച്ചത് നമ്മൾ ഒന്നിക്കാൻ വേണ്ടിയിട്ടായിരിക്കും എന്നൊക്കെ ഇഷിത പറഞ്ഞ് സമാധാനിപ്പിക്കുന്നുണ്ട് കേട്ടോ. ശേഷം അവരിങ്ങനെ നടന്നു പോണ സമയത്താണ് ഒരു മൂലക്ക് മാധവ് ഇങ്ങനെ കുടിച്ചോണ്ടിരിക്കുകയാണ്. കുടിച്ച മാധവ് പറയുന്നുണ്ട്, മനസ്വിനി തൂ പരട്ട കിളവി, അവരുടെ വയറ്റിൽ എന്തിനാ ദൈവമേ എന്നെ ജനിപ്പിച്ചത്? എത്രയോ നല്ല സ്ത്രീകൾ ഈ ലോകത്തുണ്ടായിരുന്നു, അല്ലെങ്കിലും അവരെ കുറ്റം പറയണ എന്തിനാണ്? ഞാൻ അത്ര നല്ലതാണോ? അമ്മയുടെ വാക്ക് കേട്ട് കെട്ടിയ പെണ്ണിനെ ഉപേക്ഷിച്ച ഞാൻ, സ്നേഹിച്ച പെണ്ണിനെ ഉപേക്ഷിച്ച ഞാൻ, ഞാൻ എന്ത് പറയാനാണ്? എന്നിട്ട് എനിക്ക് എന്ത് കിട്ടി? എല്ലാത്തിനും കാരണക്കാരൻ ഞാനാണ്, ആണത്വമില്ലാത്തൊരുത്തനായിരുന്നു ഞാൻ എന്നൊക്കെ പറഞ്ഞിട്ട് തന്നെ താനെ അങ്ങനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് മാധവട്ടോ. അങ്ങനെ ഇഷിതയെ മഹേഷ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോ പെട്ടെന്ന് ഇഷിതനെ പുറകേന്ന് ആരോ വിളിക്കുകയാണ്. ഇഷിത എന്ന് പറഞ്ഞ് വിളിക്കുകയാണ്. ഇഷിത തിരിഞ്ഞു നോക്കുമ്പോഴേക്കും മാധവ് 4 കാലിൽ ഇങ്ങനെ വരുവാട്ടോ. മഹേഷ് ചോദിക്കുന്നുണ്ട്, ആരാ എന്ന് ചോദിക്കുമ്പോഴേക്കും ഇഷിത മഹേഷിനെ തിരിച്ചു നിർത്തുവാണ്. ഓ, ഇവനായിരുന്നോ? ഇവനെന്താ ഈ കോലത്തിൽ? എനിക്കറിയില്ല മഹേഷ്, മാധവ് ഇങ്ങനെ കുടിക്കാറൊന്നുമില്ല, എന്തു പറ്റിയെന്ന് എനിക്കറിയില്ല. ഇഷിത എന്ന് പറയാണ്. ആ സമയത്ത് ഇഷിത, എന്താ മാധവിന് എന്ത് കോലോ? മാധവി ശീലമൊക്കെ എപ്പൊ തുടങ്ങി? ശീലങ്ങളൊക്കെ നമുക്ക് ഓരോ സാഹചര്യം വരുമ്പോ ഉണ്ടാവുന്നതല്ലേ ഇഷിത. എനിക്ക് ഇഷിത അടുത്തൊരു കാര്യം പറയാനുണ്ട്. ഇഷിതനെ കാണണോന്ന് പറഞ്ഞു വിളിച്ചപ്പോ ഇഷിത എന്താ ഫോൺ എടുക്കാതിരുന്നത്? ഇഷിത എന്താ റിപ്ലൈ തരാതിരുന്നത് എന്നൊക്കെ ചോദിക്കുമ്പോ മഹേഷ് പണ്ടടാ, തനിക്ക് നാണില്ലടോ എന്റെ മുമ്പിൽ വെച്ച് ഇങ്ങനെയൊക്കെ ചോദിക്കാനായിട്ട്? അയ്യോ സാറ് ക്ഷമിക്കണം, ഇഷിതയുടെ അടുത്ത് ഞാൻ സംസാരിക്കുന്നത് സാറിന് ബുദ്ധിമുട്ടാണെങ്കിൽ സാറ് ക്ഷമിക്കണം എന്ന് പറയണ. എടാ, എന്റെ ഭാര്യ അടുത്ത് ഇങ്ങനെ സംസാരിക്കാൻ നിനക്ക് നാണില്ലേ? നീ ഒരു ആണാണോടാ? സ്നേഹിച്ചതല്ലടാ നീ ഒരുപാട് ഇഷിതേന. എന്നിട്ട് അവളൊന്ന് പ്രസവിക്കില്ലെന്ന് അറിഞ്ഞപ്പോഴേക്കും അവളെ ഉപേക്ഷിച്ച് നീ അങ്ങ് പോയി. എന്നിട്ട് നീ എന്ത് നേടിയടാ? അമ്മ ചൂണ്ടിക്കാണിച്ചു ഒരു പെണ്ണിനെ നീ വിവാഹം കഴിച്ചു, എന്നിട്ട് നിനക്ക് കുഞ്ഞുണ്ടായോ? ഇല്ലല്ലോ. അതാണടാ നിനക്കുള്ള ഏറ്റവും വലിയ ശിക്ഷ. അതെ, സാറ് പറഞ്ഞ ശരി തന്നെയാണ്. അന്ന് ഞാനൊരു ആണത്വമില്ലാത്തവനായിരുന്നല്ലോ, എനിക്ക് അങ്ങനെയൊക്കെ വിധി വന്നു. പക്ഷെ ഇഷിത, നീ ഒരു കാര്യം മനസ്സിലാക്കണം ഇഷിത, നിന്റെ കഴുത്തിൽ ഈ മഹേഷ് ചന്ദ്രൻ താലി കെട്ടണ മുമ്പ് ഞാനല്ലേ താലി കെട്ടിയത്. എന്റെ ഒരു ഏതാനും മണിക്കൂർ നീ എന്റെ ഭാര്യയായിരുന്നില്ലേ? അപ്പൊ ഞാൻ സംസാരിക്കുന്നു പറഞ്ഞപ്പോ നിനക്കതൊന്ന് കേൾക്കായിരുന്നു. നിനക്ക് വേണ്ടിയിട്ടാണ് ഇഷിത ഞാൻ സംസാരിക്കാൻ വന്നത്. എടാ, നീ ഇവിടുന്ന് പോവാൻ നോക്കിയേ എന്ന് മഹേഷ് പറയാണ്. സാറേ, ഞാൻ പറയട്ടെ, നീ ഇവിടുന്ന് പോവാൻ നോക്ക്. എടാ, ഇഷിതടുത്ത് സംസാരിക്കണം, ഇഷിതയുടെ മുഖത്ത് നോക്കാനും ഇഷിതയുടെ ഭർത്താവായിരിക്കാനും ഒരു യോഗ്യതയൊക്കെ വേണോടാ. നിനക്കാരും യോഗ്യതയില്ല. ഇഷിത എന്ന് പറഞ്ഞാലേ നിനക്കൊരു ചന്ദ്രക്കലയാടാ, ആകാശം നിലക്കുന്ന ഒരു ചന്ദ്രക്കല. അതായത് അതിനെ കാണാൻ മാത്രമേ നിനക്ക് പറ്റുള്ളൂ. സംസാരിക്കാനോ അടുത്തു പോകാനോ തൊടാനോ ഒന്നും നിനക്ക് പറ്റില്ല. അതുപോലെ തന്നെ
നിനക്കൊരു യോഗ്യതയില്ല ഇഷിതനെ കാണാനും പേര് വിളിക്കാനും. പോടാ ഇവിടുന്ന് പോടാ ഇഷിത, എനിക്ക് നിന്നോട് സംസാരിക്കണം, നീ ഇവിടുന്ന് പോകുന്നുണ്ടോ എന്ന് പറഞ്ഞിട്ട് മഹേഷ് എഴുന്നേക്കുമ്പോ മഹേഷ് കൂൾ കൂൾ ഇഷിത ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോഴേക്കും മാധവ് ശരി ഓക്കെ ഞാൻ പോയിക്കോളാം എന്ന് പറഞ്ഞിട്ട് മാധവ് അവിടെ നിന്ന് പോവാട്ടോ. മാധവ് അവിടെ നിന്ന് പോയിക്കുമ്പോഴേക്കും മഹേഷിനാകെ ദേഷ്യം വരികയാണ്. ഇഷിത പറയണ്ട് മഹേഷ്, മാധവ് അങ്ങനെയൊക്കെ പറഞ്ഞപ്പോ മഹേഷിന്റെ ദേഷ്യം വന്നല്ലേ, പിന്നെ എങ്ങനെ ദേഷ്യം വരാതിരിക്കണോ, അവന്റെ ഒരു വർത്താനം എന്ന് പറയുമ്പോ മഹേഷ് എനിക്ക് സന്തോഷമായി. മഹേഷ് മാധവിനെ കൊടുത്ത മറുപടി സംസാരം അത് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. എനിക്ക് എന്നെ കുറിച്ച് തന്നെ അഭിമാനം തോന്നുന്ന നിമിഷമായിരുന്നു മഹേഷ് ഇപ്പൊ മാധവിനോട് പറഞ്ഞത് എന്ന് പറഞ്ഞിട്ട് ഇഷിത മഹേഷിന്റെ മുഖത്ത് പിടിച്ചതിന് ശേഷം മഹേഷിന്റെ നെറ്റിയിൽ ഒരു ഉമ്മ കൊടുക്കാട്ടോ. ആ ഒരു ഭാഗത്തോടെയാണ് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത്. നാളത്തെ പ്രൊമോയിൽ കാണിക്കുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാല് രചന മനസ്സുനെ വിളിക്കുന്നുണ്ട്. അപ്പൊ മനസ്സുനി പറയുന്നുണ്ട് ഇഷിതയെ മഹേഷ് ഭാര്യ, മനസ്സുനല്ല നമ്മുടെ മഞ്ജുമിനെ വിളിക്കുന്നുണ്ട്. അപ്പൊ മഞ്ജു പറയുന്നുണ്ട് ഇഷിതയെ മഹേഷ് ഭാര്യ ഭർത്താക്കന്മാരെ പോലെയാണ് ജീവിക്കണത് എന്ന് പറയുമ്പോൾ രചനക്ക് ആകെ ഷോക്ക് ആവാട്ടോ. രചന അത് ആ കാര്യം പറയാൻ വേണ്ടി നമ്മുടെ രചനയുടെ കൂട്ടുകാരനെ വിളിക്കുന്നുണ്ട്. അപ്പൊ അവളെ വിളിക്കുമ്പോഴേക്കും അവള് പറയണ്ട മഞ്ജിമ പറഞ്ഞതിലും കാര്യമൊക്കെ ഉണ്ട്, അവരിപ്പോ ഭാര്യ ഭർത്താക്കന്മാരെ പോലെ സ്നേഹിച്ച് തന്നെയാ രചന അവര് ജീവിക്കണത് എന്ന് പറയണം. അതൊക്കെ കേട്ട് രചനക്ക് ദേഷ്യം വരുവാണ്. ശേഷം ഇഷിതടുത്ത മഹേഷ് അടുത്ത് പിടിച്ചിരുത്താണ്. എടോ താൻ എനിക്ക് ചോറ് വാരിത്താന്ന് പറയാണ്. മഹേഷിന്റെ ഒരു കാര്യം എന്ന് പറഞ്ഞിട്ട് ഇഷിത ചോറൊക്കെ വാരി കൊടുക്കുന്നുണ്ട്. രാത്രി ആകുമ്പോഴേക്കും ഇഷിതയും മഹേഷും ഭയങ്കര റൊമാൻസ് ആവുന്നുണ്ട് കേട്ടോ. അതിനുശേഷം നമ്മുടെ ആദിനെയാണ് കാണിക്കുന്നത്. ആദിയുടെ അടുത്ത് നമ്മുടെ ആകാശ് പറയണ്ട്, എടാ ആദി നിന്റെ അമ്മയാണെങ്കിൽ തെറ്റ് ചെയ്ത മുഖത്ത് രണ്ട് പൊട്ടിക്കണോടാ, അതായിരിക്കണമാണ്, താൻ പോടോ എന്ന് പറയാണ്. എടാ നീ എന്താണ് പിടിച്ചത്, താൻ തന്നെ പണി നോക്കി പോടോ എന്ന് പറയാണ് ആദി. അത് കേൾക്കുമ്പോ ആകാശ് ആദിനെ ഉപദ്രവിക്കാൻ വേണ്ടി ഓടിച്ചിടുവാട്ടോ. ആദി വേഗം റൂമിൽ കയറി വാതിൽ ലോക്കിടാൻ വേണ്ടി പോകുമ്പോ ആകാശ് ഇങ്ങനെ തള്ളി തുറക്കാൻ വേണ്ടി നോക്കുന്ന ഭാഗത്തോടെയാണ് പ്രൊമോ തീരുന്നത് കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ കാണാം ഫ്രണ്ട്സ്. ടേക്ക് കെയർ, ബൈ ബൈ.